നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രിയിലെ തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി എന്നുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ഇവിടെ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും. അപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രി ആ പേര് പോലെ തന്നെ ഇലക്ട്രിസിറ്റിയും കെമിക്കൽ റിയാക്ഷൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറയുന്ന ഒരു ബ്രാഞ്ചാണ് ഇലക്ട്രോ കെമിസ്ട്രി. ആ റിലേഷൻഷിപ്പ് നമുക്ക് രണ്ട് രീതിയിൽ പറയാൻ പറ്റും. ഒന്ന്, ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിച്ച് ഒരു കെമിക്കൽ റിയാക്ഷനെ എങ്ങനെ കണ്ടക്ട് ചെയ്യാം. രണ്ടാമത്തേത്, ഒരു കെമിക്കൽ റിയാക്ഷൻ ഉപയോഗിച്ച് എങ്ങനെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാം. ഈ രണ്ട് ഭാഗങ്ങളാണ് ഇലക്ട്രോ കെമിസ്ട്രി എന്നുള്ള ബ്രാഞ്ചിൽ വരുന്നത്. അത് നമ്മൾ നെക്സ്റ്റ് സെഷനിൽ ഡീൽ ചെയ്യും. ഇന്നത്തെ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് മെറ്റൽസ്, പിന്നെ മെറ്റൽസ് വരുന്ന കുറച്ച് റിയാക്ഷൻസ്, അതുകൂടാതെ റിയാക്ടിവിറ്റി സീരീസും. അപ്പോൾ മെറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് മെറ്റൽസ്. എന്താ ഇലക്ട്രോ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ്? ഇലക്ട്രോ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇലക്ട്രോണുകളെ ലൂസ് ചെയ്യാനുള്ള ടെൻഡൻസി മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് മെറ്റൽസിന് ഇലക്ട്രോണിനെ ലൂസ് ചെയ്യാനുള്ള ടെൻഡൻസി ആയിരിക്കും കൂടുതൽ. അതായത് അവരൊരിക്കലും ഇലക്ട്രോണിനെ എന്ത് ചെയ്യില്ല? ഗെയിൻ ചെയ്യില്ല. അപ്പോൾ മെറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇലക്ട്രോ പോസിറ്റീവ് ആണ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. മെറ്റൽസിന് ഇലക്ട്രോണിനെ ലൂസ് ചെയ്ത് പോസിറ്റീവ് ചാർജ് ആവാനായിട്ടായിരിക്കും ടെൻഡൻസി ഉണ്ടാവുക. അപ്പോൾ ഈ മെറ്റൽസിൻ്റെ ഇലക്ട്രോ പോസിറ്റീവ് നേച്ചർ പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ പഠിക്കേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ റിയാക്ടിവിറ്റി, മെറ്റൽസിൻ്റെ റിയാക്ടിവിറ്റി. അതായത് എല്ലാ മെറ്റൽസും ഇലക്ട്രോ പോസിറ്റീവാണ്. ഇനി മെറ്റൽസിൻ്റെ റിയാക്ടിവിറ്റി നമ്മൾ എങ്ങനെ പറയും? എല്ലാവർക്കും ഇലക്ട്രോണെ ലൂസ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ്. എല്ലാവരും പോസിറ്റീവായിട്ടുള്ള ചാർജ്ഡ് അയോൺസ് ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ അവരുടെ റിയാക്ടിവിറ്റി നമ്മൾ എങ്ങനെയാണ് പറയുക? അപ്പോൾ റിയാക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒരു മെറ്റൽ എത്ര വേഗത്തിൽ അതിൻ്റെ ഇലക്ട്രോണിനെ ലൂസ് ചെയ്യും, ഒരു മെറ്റൽ എത്ര വേഗത്തിൽ എത്ര സ്പീഡായിട്ട് അയാളുടെ ഇലക്ട്രോണിനെ ലൂസ് ചെയ്യും, അതാണ് അയാളുടെ റിയാക്ടിവിറ്റി. അപ്പോൾ വളരെ പെട്ടെന്ന് ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുന്ന ഒരു മെറ്റലാണെങ്കിൽ നമ്മൾ പറയും ദേ ആർ ഹൈലി റിയാക്റ്റീവ്. വളരെ സാവധാനത്തിൽ വളരെ പതുക്കെ ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർ ലെസ് റിയാക്റ്റീവ് എന്ന് പറയും. അപ്പോൾ റിയാക്ടിവിറ്റി കൊണ്ട് ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ, എത്ര വേഗത്തിൽ അല്ലെങ്കിൽ എത്ര പെട്ടെന്ന് ഒരു മെറ്റലിന് അതിൻ്റെ ഇലക്ട്രോണിനെ ലൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ മെറ്റൽസിൻ്റെ റിയാക്ടിവിറ്റി മനസ്സിലാക്കാൻ അല്ലെങ്കിൽ റിയാക്ടിവിറ്റി പഠിക്കാൻ വേണ്ടി കുറച്ച് റിയാക്ഷൻസ് കൺസിഡർ ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് റിയാക്ഷൻ വിത്ത് വാട്ടർ, സെക്കൻഡ് വൺ വിത്ത് എയർ, തേർഡ് വൺ വിത്ത് ഡയല്യൂട്ട് ആസിഡ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ റിയാക്ഷനിൽ തന്നെ തുടങ്ങാം, റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് വാട്ടർ. അപ്പോൾ അവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, മെറ്റൽ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ ഫോം ചെയ്യുന്നത് എപ്പോഴും അവരുടെ ഹൈഡ്രോക്സൈഡ് ആയിരിക്കും. മെറ്റൽ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ എപ്പോഴും ഫോം ചെയ്യുന്നത് എന്തായിരിക്കും? അവരുടെ ഹൈഡ്രോക്സൈഡ് ആയിരിക്കും. അത് ഓർത്ത് വെച്ചേക്കുക. അതിൻ്റെ ഒപ്പം അവരെന്ത് ചെയ്യും? ഹൈഡ്രജനെ ലിബറേറ്റ് ചെയ്യും. അപ്പോൾ ഇത് സ്റ്റഡി ചെയ്യാനായിട്ട് ഞാൻ 3 മെറ്റൽസാണ് എടുക്കുന്നത്. അതിലാദ്യത്തെ മെറ്റലാണ് സോഡിയം. അപ്പോൾ സോഡിയം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്തായിരിക്കും സംഭവിക്കുക? സോഡിയത്തിൻ്റെ ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യും അല്ലേ? അപ്പോൾ സോഡിയത്തിൻ്റെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോഡിയത്തിനെ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുക, അതായത് വാട്ടർ മീൻസ് കോൾഡ് വാട്ടർ വരെ മതി. സോഡിയം ഹൈലി റിയാക്റ്റീവ് ആണ്. വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ബീക്കറിൽ കുറച്ച് എമൗണ്ട് വാട്ടർ എടുത്തിട്ട് അതിലേക്ക് ഒരു പീസ് സോഡിയത്തിന് ഇട്ട് കഴിഞ്ഞാൽ അത് വളരെ വിഗറസ് ആയിട്ട് റിയാക്ട് ചെയ്യും. വിത്തിൻ സെക്കൻഡ്സ് അത് റിയാക്ട് ചെയ്ത് തീ പിടിച്ച് അത്രയും സ്ട്രോങ് ആയിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് മനസ്സിലായി സോഡിയം വാട്ടറിൽ, അതായത് കോൾഡ് വാട്ടറിൽ ഇട്ടാൽ പോലും അത് നല്ലവണ്ണം റിയാക്ടിവിറ്റി കാണിക്കും. അപ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റാണ് നമ്മൾ എഴുതാൻ പോകുന്നത്, അതിൻ്റെ ഇക്വേഷനാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. സോഡിയം റിയാക്ട് വിത്ത് വാട്ടർ എന്ത് ഫോം ചെയ്യും? സോഡിയത്തിൻ്റെ ഹൈഡ്രോക്സൈഡും ഒപ്പം ഹൈഡ്രജനും ലിബറേറ്റ് ചെയ്യും. അപ്പോൾ സോഡിയത്തിൻ്റെ ഹൈഡ്രോക്സൈഡിൻ്റെ ഫോമിൽ എന്തായിരിക്കും? അത് നമുക്ക് എങ്ങനെ എഴുതാം? സോഡിയം നമുക്കറിയാം ഗ്രൂപ്പ് 1 എലമെൻ്റ് ആണ് അല്ലേ? അപ്പോൾ അയാളുടെ വാലൻസ് എത്രയാണ്? +1. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും, നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും. ഇനി ഹൈഡ്രോക്സൈഡ് എന്ന് പറയുമ്പോൾ കൂടെ ചേരാൻ പോകുന്ന ആൾ ഹൈഡ്രോക്സൈഡ് അയോൺ ആയിരിക്കും. അയാളുടെ ചാർജ് -1 ആയിരിക്കും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവരുടെ ന്യൂമറിക്കൽ വാല്യൂ, പ്ലസിനെയും മൈനസിനെയും വിട്ടേക്കുക. ഇവരുടെ ന്യൂമറിക്കൽ വാല്യൂസ് എന്താണെന്ന് നോക്കാം. സോഡിയത്തിൻ്റെ വാലൻസ് എത്രയാണ്? 1 ആണ്. OHൻ്റെ വാലൻസി 1 ആണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സോഡിയത്തിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ എന്താണോ അത് OHൻ്റെ താഴെ ഇട്ട് കൊടുക്കുക. OHൻ്റെ ന്യൂമറിക്കൽ വാല്യൂ എന്താണോ അത് സോഡിയത്തിൻ്റെ താഴെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ രണ്ട് കേസിലും 1 ആയതുകൊണ്ട് NaOH എന്നായിരിക്കും ഈ സോഡിയം ഫോം ചെയ്യുന്ന ഹൈഡ്രോക്സൈഡിൻ്റെ ഫോമുല.
അപ്പോൾ നമുക്ക് മനസ്സിലായി സോഡിയം കോൾഡ് വാട്ടർ ആയിട്ട് പോലും വളരെ പെട്ടെന്ന് റിയാക്ട് ചെയ്ത് എന്ത് ഫോം ചെയ്യും, സോഡിയം ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യും, ഒപ്പം ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യും. ക്ലിയർ ആയോ? ഇനി രണ്ടാമത്തെ എക്സാമ്പിളായിട്ട് ഞാൻ എടുക്കുന്ന മെറ്റൽ മഗ്നീഷ്യമാണ്. അപ്പം മഗ്നീഷ്യം ഇതുപോലെ കോൾഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നോ റിയാക്ഷൻ. അതായത് മഗ്നീഷ്യം മെറ്റൽ ഇതുപോലെ തന്നെ കോൾഡ് വാട്ടറിലേക്ക് ഇട്ടാൽ പ്രത്യേകിച്ചുള്ള റിയാക്ഷൻസ് ഒന്നും നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇയാളുടെ റിയാക്ടിവിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി ഞാൻ ഇയാളെ ഹോട്ട് വാട്ടറിലേക്ക് ഇട്ടു എന്ന് വിചാരിക്കും. കോൾഡ് വാട്ടർ മാറ്റി കുറച്ച് ഹോട്ട് വാട്ടർ എടുത്തു. അങ്ങനെ ആയപ്പോഴേക്കും മഗ്നീഷ്യം റിയാക്ട് ചെയ്ത് മഗ്നീഷ്യത്തിൻ്റെ ഹൈഡ്രോക്സൈഡും ഒപ്പം ഹൈഡ്രജനും ലിബറേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റി. അപ്പോൾ നോക്കിയേ, മഗ്നീഷ്യം കോൾഡ് വാട്ടറിൽ റിയാക്ട് ചെയ്തില്ല, പകരം ഹോട്ട് വാട്ടറിൽ റിയാക്ട് ചെയ്തു. അപ്പോൾ തന്നെ നമുക്ക് അയാളുടെ റിയാക്ടിവിറ്റി മനസ്സിലാവും. സോഡിയത്തിനേക്കാൾ റിയാക്ടിവിറ്റി കുറഞ്ഞത് കൊണ്ടാണ് മഗ്നീഷ്യം ഹോട്ട് വാട്ടറിൽ മാത്രം റിയാക്ടിവിറ്റി കാണിച്ചത്. ക്ലിയർ ആയോ? ഇനി എങ്ങനെ മഗ്നീഷ്യത്തിൻ്റെ ഹൈഡ്രോക്സൈഡിൻ്റെ ഫോമിൽ എഴുതാം? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ ഫോമുല പറഞ്ഞതുപോലെ തന്നെ മഗ്നീഷ്യം ഗ്രൂപ്പ് 2 എലമെൻ്റ് ആണ്. അവരുടെ ചാർജ് എന്തായിരിക്കും? +2 ആയിരിക്കും. OH എപ്പോഴും -1 ആയിരിക്കും. ഇനി പ്ലസും മൈനസും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട, ന്യൂമറിക്കൽ വാല്യൂ മാത്രം നോക്കുക. മഗ്നീഷ്യത്തിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ ആയിട്ടുള്ള 2 OHൻ്റെ താഴെ എഴുതുക, OHൻ്റെ ന്യൂമറിക്കൽ വാല്യൂ ആയിട്ടുള്ള 1 മഗ്നീഷ്യത്തിൻ്റെ താഴെ എഴുതുക. അപ്പോൾ എന്തായിരിക്കും ഫോമുല? എംജിയുടെ താഴെ 1 ആണ് വരുന്നത്, അത് റെപ്രസെൻ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. OHൻ്റെ താഴെ എന്ത് വരും? മഗ്നീഷ്യത്തിൻ്റെ വാല്യൂ ആയിട്ടുള്ള 2 വരും. അപ്പോൾ ഇതായിരിക്കും മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെ ഫോമുല. കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, ഇതുപോലെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും. ക്ലിയർ ആയോ? ഇനി മൂന്നാമത്തെ മെറ്റലായിട്ട് ഞാൻ എടുക്കുന്നത് കോപ്പറാണ്. കോപ്പർ നമുക്കറിയാലോ, ചെമ്പ് എന്നൊക്കെ പറയുന്ന സാധനം കോപ്പറാണ്. നമ്മൾ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്നതാണ് ചെമ്പിൻ്റെ പാത്രങ്ങളൊക്കെ. ചെമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കോൾഡ് വാട്ടർ ആയാലും ഹോട്ട് വാട്ടർ ആയാലും ചെമ്പിന് എന്തില്ല? റിയാക്ഷൻ ഇല്ല. അതായത് കോൾഡ് വാട്ടറിലിട്ടാലും ഹോട്ട് വാട്ടറിലിട്ട് കഴിഞ്ഞാലും കോപ്പർ എന്നുള്ള മെറ്റൽ റിയാക്ട് ചെയ്യില്ല. അപ്പോൾ ഈ 3 മെറ്റലുകളെ കമ്പയർ ചെയ്യുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവുന്ന കാര്യം, സോഡിയം കോൾഡ് വാട്ടറിൽ തന്നെ വളരെ പെട്ടെന്ന് റിയാക്ട് ചെയ്ത് സോഡിയം ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്തു. മഗ്നീഷ്യത്തിന് കോൾഡ് വാട്ടറിൽ റിയാക്ഷൻ ഇല്ല, അതായത് കോൾഡ് വാട്ടറിൽ അയാൾ റിയാക്ടിവിറ്റി കാണിക്കുന്നില്ല. ഹോട്ട് വാട്ടർ എടുക്കുമ്പോഴേക്കും അയാൾ എന്ത് ചെയ്യും? മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്തു, അതായത് ഹോട്ട് വാട്ടറിൽ അയാൾ റിയാക്ടിവിറ്റി കാണിക്കുന്നു. കോപ്പർ കോൾഡ് വാട്ടർ എടുത്താലും ഹോട്ട് വാട്ടർ എടുത്താലും അയാൾക്ക് എന്തില്ല? റിയാക്ടിവിറ്റി ഇല്ല. അപ്പോൾ ഈ 3 മെറ്റൽ കമ്പയർ ചെയ്താൽ ഇവരിൽ ആരാണ് ഹൈലി റിയാക്റ്റീവ് എന്ന് ചോദിച്ചാൽ എന്ത് പറയണം? സോഡിയം ആണ് ഹൈലി റിയാക്റ്റീവ്. ദെൻ ആരായിരിക്കും? മഗ്നീഷ്യം, ഏറ്റവും ലീസ്റ്റ് ആയിരിക്കും കോപ്പർ. അപ്പോൾ ഈ 3 മെറ്റലുകളുടെ ഈ റിയാക്ഷനിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം എന്താണ്? സോഡിയം ഹൈലി റിയാക്റ്റീവ് ആണ്, ദെൻ മഗ്നീഷ്യം ഏറ്റവും ലീസ്റ്റ് റിയാക്റ്റീവ് ആണ് കോപ്പർ. ക്ലിയർ ആയോ? അപ്പോൾ മെറ്റൽസ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്താ ഫോം ചെയ്യുന്നത്? അവരുടെ ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യും, ഒപ്പം തന്നെ ഹൈഡ്രജൻ ഗ്യാസിനെയും അവർ ലിബറേറ്റ് ചെയ്യും. ക്ലിയർ ആയോ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് എയർ ആണ്. അപ്പോൾ മെറ്റൽസ് എയറുമായിട്ട് റിയാക്ട് ചെയ്യുക. എയറിൽ ആരൊക്കെയുണ്ട്? ഓക്സിജൻ ഉണ്ടാവും, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും, മോയ്സ്ചർ ഉണ്ടാവും. അപ്പോൾ മെറ്റൽ ഈ എയറുമായിട്ട് റിയാക്ട് ചെയ്താൽ ഫോം ചെയ്യുന്നത് അവരുടെ ഓക്സൈഡുകളാണ്. അതിൻ്റെ ഒപ്പം തന്നെ നേരത്തെ പോലെ തന്നെ ഹൈഡ്രജൻ ഗ്യാസ് അവർ ലിബറേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഓർത്തിരിക്കേണ്ട പോയിന്റ് ഇത്രേ ഉള്ളൂ, മെറ്റൽ എയറുമായിട്ട് റിയാക്ട് ചെയ്താൽ അവരുടെ എന്ത് ഫോം ചെയ്യും? ഓക്സൈഡ്സ് ഫോം ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചിരിക്കേണ്ട മെറ്റലിൻ്റെ വേറൊരു പ്രോപ്പർട്ടിയാണ് മെറ്റാലിക് ലസ്റ്റർ. മെറ്റാലിക് ലസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മെറ്റലിനെ എടുത്തിട്ട് അയാൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ആ കട്ട് ചെയ്ത സർഫസിന് ഒരു ഷൈനി അപ്പിയറൻസ് ഉണ്ടാവും. നമ്മൾ മെറ്റലിനെ എടുത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മുറിച്ച് കഴിഞ്ഞാൽ ആ മുറിച്ച ഭാഗം ഒരു ഷൈനി അപ്പിയറൻസ് ആയിട്ടിരിക്കും. അതിനെയാണ് എന്ത് വിളിക്കുക? മെറ്റാലിക് ലസ്റ്റർ എന്ന് വിളിക്കുക. അപ്പോൾ ഈ മെറ്റാലിക് ലസ്റ്റർ നമ്മളിവിടെ പഠിച്ചത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മെറ്റലിനെ നമ്മൾ കട്ട് ചെയ്ത് ഓപ്പൺ എയറിൽ വെക്കുകയാണ്, അറ്റ്മോസ്ഫിയറുമായിട്ട് കോണ്ടാക്ട് വരുന്ന രീതിയിൽ വെക്കുകയാണെങ്കിൽ ആ മെറ്റൽ അതിൻ്റെ റിയാക്ടിവിറ്റി അനുസരിച്ച് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് അയാളുടെ സർഫസിൽ ഒരു ഓക്സൈഡ് ലെയർ ഫോം ചെയ്യും. അതായത് അയാളുടെ ഓക്സൈഡ് ആ സർഫസിൽ വന്ന് കോട്ടാവും. അപ്പോൾ എന്ത് നഷ്ടപ്പെടും? അയാളുടെ മെറ്റാലിക് ലസ്റ്റർ അല്ലെങ്കിൽ ഷൈനി അപ്പിയറൻസ് നഷ്ടപ്പെടും. അതെത്ര വേഗത്തിൽ നഷ്ടപ്പെടുന്നോ അത്രയും റിയാക്റ്റീവ് ആയിരിക്കും മെറ്റൽ.
ക്ലിയർ ആയോ? എത്ര വേഗത്തിൽ അയാളുടെ മെറ്റാലിക് ക്ലസ്റ്റർ നഷ്ടപ്പെടുന്നോ അത്രയും റിയാക്റ്റീവ് ആയിരിക്കും അയാൾ. അതായത് അത്രയും പെട്ടെന്ന് അയാൾ എന്ത് ഫോം ചെയ്യും എന്നർത്ഥം? ഓക്സൈഡ് ഫോം ചെയ്യും. നമുക്ക് നേരത്തെ പോലെ തന്നെ കുറച്ച് മെറ്റൽസ് എടുത്ത് അതിൻ്റെ എക്സാമ്പിൾസ് വെച്ച് പഠിക്കാം. അപ്പോൾ ആദ്യം ഞാൻ എടുക്കുന്ന മെറ്റൽ സോഡിയമാണ്. അപ്പോൾ സോഡിയം ഇതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് ഓപ്പൺ എയറിൽ അല്ലെങ്കിൽ സർഫസുമായിട്ട് അല്ലെങ്കിൽ എയറുമായിട്ട് കോണ്ടാക്ട് വരുന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ഈ സോഡിയം അറ്റ്മോസ്ഫിയറിലെ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് എന്ത് ഫോം ചെയ്യും? സോഡിയത്തിൻ്റെ ഓക്സൈഡ് ഫോം ചെയ്യും. അതിൻ്റെ ഒപ്പം ഹൈഡ്രജൻ ഗ്യാസും ലിബറേറ്റ് ചെയ്യും. ഇനി സോഡിയത്തിൻ്റെ ഓക്സൈഡിൻ്റെ ഫോമിൽ എങ്ങനെ എഴുതും? സോഡിയം നമുക്കറിയാം +1 ആണ്, ഗ്രൂപ്പ് 1 ആണ്. ഇനി ഓക്സിജൻ്റെ ചാർജ് എത്രയാണ്? -2 ആണ്. ഇനി നേരത്തെ പറഞ്ഞ റൂള് തന്നെ എടുത്തോ. എന്ത് ചെയ്യണം? സോഡിയത്തിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ ഓക്സിജൻ്റെ താഴെ എഴുതണം, ഓക്സിജൻ്റെ ന്യൂമറിക്കൽ വാല്യൂ സോഡിയത്തിൻ്റെ താഴെ എഴുതണം. എത്രയാണ് ഓക്സിജൻ്റെ ന്യൂമറിക്കൽ വാല്യൂ? 2 ആണ്. അപ്പോൾ എന്തായിരിക്കാം ഫോർമുല? Na2O. അപ്പോൾ സോഡിയം ഫോം ചെയ്യുന്ന ഓക്സൈഡ് എന്താണ്? Na2O ആണ്. ഇനി ഇവരുടെ റിയാക്ടിവിറ്റി മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, മെറ്റാലിക് ക്ലസ്റ്റർ എത്ര പെട്ടെന്ന് അയാൾ നഷ്ടപ്പെടുത്തുന്നു അത്രയും റിയാക്റ്റീവ് ആയിരിക്കും ആ പർട്ടിക്കുലർ മെറ്റൽ. അപ്പോൾ സോഡിയം ഈ അറ്റ്മോസ്ഫിയറിൽ നമ്മൾ തുറന്നു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അതെന്ത് നഷ്ടപ്പെടുത്തും? അയാളുടെ മെറ്റാലിക് ക്ലസ്റ്റർ നഷ്ടപ്പെടുത്തും. അതായത് എന്താ ഉദ്ദേശിക്കുന്നത്? സോഡിയം വളരെ പെട്ടെന്ന് തന്നെ അറ്റ്മോസ്ഫിയറിലെ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് അയാളുടെ ഓക്സൈഡ് ഫോം ചെയ്യും. ക്ലിയർ ആയോ? ഇനി അടുത്ത മെറ്റൽ ഞാൻ എടുക്കാൻ പോകുന്നത് മഗ്നീഷ്യമാണ്. ഈ മഗ്നീഷ്യം റിബൺ ഫ്രഷ് ആയിട്ടുള്ള മഗ്നീഷ്യം റിബണിനെ നമ്മളിതുപോലെ ഓപ്പൺ എയറിൽ ഓപ്പൺ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ വെക്കുകയാണെങ്കിൽ സോഡിയത്തിൻ്റെ പോലെ പെട്ടെന്ന് അയാൾ മെറ്റാലിക് ക്ലസ്റ്റർ നഷ്ടപ്പെടുത്തില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ് എന്ത് സംഭവിക്കും? ഈ മഗ്നീഷ്യവും അതിൻ്റെ മെറ്റാലിക് ക്ലസ്റ്റർ ലൂസ് ചെയ്യും. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? സോഡിയത്തിനേക്കാൾ പതുക്കെയാണ് മഗ്നീഷ്യം റിയാക്ട് ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മാത്രം അയാൾ എന്ത് നഷ്ടപ്പെടുത്തിയത്? അയാളുടെ മെറ്റാലിക് ക്ലസ്റ്റർ ലൂസ് ചെയ്തത്. അവിടെയും എന്ത് ഫോം ചെയ്തിട്ടുണ്ടാവും? മഗ്നീഷ്യത്തിൻ്റെ ഓക്സൈഡ് ഫോം ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ ഫോമിലയും കൂടി നമുക്ക് വേണമെങ്കിൽ എഴുതി നോക്കാം. ഇപ്പോൾ മഗ്നീഷ്യം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? മഗ്നീഷ്യത്തിൻ്റെ ചാർജ് +2 ആണ്, ഓക്സിജൻ -2 ആണ്. ഇനി എന്ത് ചെയ്യണം? നേരത്തെ പോലെ മഗ്നീഷ്യത്തിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ ഓക്സിജനും ഓക്സിജൻ്റെ ന്യൂമറിക്കൽ വാല്യൂ മഗ്നീഷ്യത്തിനും കൊടുത്താൽ Mg2O2 എന്നാവും. ശരിയല്ലേ? ഇനി ഇയാളെ സിംപ്ലസ്റ്റ് വോൾ നമ്പർ റേഷ്യോയിലേക്ക് കൊണ്ടുവന്നാൽ എനിക്ക് എങ്ങനെ എഴുതാം? MgO എന്ന് എഴുതാം. അപ്പോൾ എന്ത് സംഭവിക്കും? മഗ്നീഷ്യവും ഓക്സിജനും കൂടി റിയാക്ട് ചെയ്താൽ മഗ്നീഷ്യം ഓക്സൈഡും പ്ലസ് ഹൈഡ്രജൻ ഗ്യാസും ഉണ്ടാവും. ക്ലിയർ ആയോ? ഇനി ഈ ഇക്വേഷനെ കാലിബ്രേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ ഇക്വേഷനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു 2 ഇട്ട് കൊടുക്കുക, ഇവിടെ ഒരു 2 ഇട്ട് കൊടുക്കുക. അപ്പോൾ 2MgO ഉണ്ടാവും. ക്ലിയർ ആയോ? അതുപോലെ തന്നെ ഈ ഇക്വേഷനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇവിടെ 2Na എന്നുള്ളത് വേണം. ക്ലിയർ ആയോ? അപ്പോൾ ഈ 2 ഇക്വേഷൻസ് മാത്രം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലായി സോഡിയത്തിന് ഓപ്പൺ എയറിൽ വെച്ച് കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സ് എന്ത് സംഭവിക്കും? അയാളുടെ മെറ്റാലിക് ക്ലസ്റ്റർ ലൂസ് ചെയ്യും. ഇനി മഗ്നീഷ്യം ആണെങ്കിലോ ആഫ്റ്റർ ഫ്യൂ ഡേയ്സ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അയാളുടെ മെറ്റാലിക് ക്ലസ്റ്റർ നഷ്ടപ്പെടുത്തും. ഇനി ഇതുപോലെ തന്നെയുള്ള ആളാണ് അലൂമിനിയം. അലൂമിനിയത്തിനെയും നമ്മൾ ഇതുപോലെ ഓപ്പൺ എയറിൽ അറ്റ്മോസ്ഫിയറുമായിട്ട് കോണ്ടാക്ട് വരുന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ അലൂമിനിയവും എന്ത് ചെയ്യും? അയാളുടെ മെറ്റാലിക് ക്ലസ്റ്റർ നഷ്ടപ്പെടുത്തും. പക്ഷേ അതിന് ചിലപ്പോൾ ആഴ്ചകളോ മാസങ്ങളോ ഒക്കെ എടുത്തെന്ന് വരാം. വളരെ പെട്ടെന്ന് അയാൾ റിയാക്ട് ചെയ്യില്ല, കുറച്ച് സമയം എടുത്ത് മാത്രമേ അയാളുടെ മെറ്റാലിക് ക്ലസ്റ്റർ നഷ്ടപ്പെടുത്തുള്ളൂ. ഇനി അടുത്ത ആളാണ് കോപ്പർ. കോപ്പർ നമുക്കറിയാമല്ലോ. കോപ്പർ നേരത്തെ പറഞ്ഞ ചെമ്പ് പാത്രങ്ങൾ, ഇപ്പം അലൂമിനിയം പാത്രം നമുക്കറിയാം, ചെമ്പ് പാത്രം അറിയാം. ഇപ്പം ചെമ്പ് എന്നൊക്കെ പറയുമ്പോഴേക്കും കുറേ നാൾ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ എന്ത് പിടിക്കാറുണ്ട്? ക്ലാവ് പിടിക്കാറുണ്ട് അല്ലേ? അപ്പോൾ ഈ ക്ലാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ മെറ്റൽ ഓപ്പൺ എയറിലിരുന്ന് എയറിലെ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് ഒരു ഓക്സൈഡ് ലെയർ ഫോം ചെയ്യുന്നതാണ് ക്ലാവ് എന്ന് പറയുന്നത്. അത് വിത്തിൻ സെക്കൻഡ് ഫോം ചെയ്യോ? ഇല്ല, കുറേ മാസങ്ങളോ വർഷങ്ങളോ ഒക്കെ എടുത്താണ് കോപ്പർ ക്ലാവ് ഫോം ചെയ്യുന്നത്. അപ്പോൾ കോപ്പർ റിയാക്ട് ചെയ്യുന്നതും നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ 4 മെറ്റൽസ് എടുത്തു കഴിഞ്ഞാൽ ഈ 4 മെറ്റലിൽ എത്രയും പെട്ടെന്ന് മെറ്റാലിക് ക്ലസ്റ്റർ ലൂസ് ചെയ്യുന്ന ആരാണ്? സോഡിയം തന്നെയാണ്. അപ്പോൾ സോഡിയം ആയിരിക്കും ഹൈലി റിയാക്റ്റീവ്. പിന്നെ ആരായിരിക്കും? മഗ്നീഷ്യം ഫ്യൂ ഡേയ്സ് കഴിയുമ്പോൾ തന്നെ അയാളുടെ മെറ്റാലിക് ക്ലസ്റ്റർ ലൂസ് ചെയ്യും, കാരണം അവരയാളുടെ ഓക്സൈഡ് ഫോം ചെയ്യും. ദെൻ ആരായിരിക്കും? അലൂമിനിയം ഏറ്റവും ലീസ്റ്റ് ആയിരിക്കും.
കോപ്പർ. അപ്പം ഇതായിരിക്കും ഓക്സൈഡ്സ് ഫോം ചെയ്യുന്നതിൻ്റെ റിയാക്ടിവിറ്റിയുടെ ഓർഡർ. അവിടെയും ആര് തന്നെയാണ് റിയാക്ടിവിറ്റിയിൽ ആദ്യം വന്നത്? സോഡിയം, മഗ്നീഷ്യം, അലൂമിനിയം, അവസാനമായിരിക്കും കോപ്പർ വരിക. ക്ലിയർ ആയോ? അപ്പം ഇതാണ് റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് എയർ. അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം, മെറ്റൽ എയറുമായിട്ട് റിയാക്ട് ചെയ്താൽ ഫോം ചെയ്യുന്നത് ഓക്സൈഡുകളാണ്. അത് ഫോം ചെയ്തോ ഇല്ലയോ എന്ന് അറിയാനായിട്ടാണ് അതിൻ്റെ മെറ്റാലിക് ലസ്റ്റർ വെച്ച് നമ്മൾ കമ്പയർ ചെയ്തത്. അതായത് എല്ലാ മെറ്റൽസിനും ലസ്റ്റർ ഉണ്ടാവും, ഷൈനി അപ്പിയറൻസ് ഉണ്ടാവും. അത് ലൂസ് ചെയ്താൽ അതിൻ്റെ അർത്ഥം അവർ ഓക്സൈഡ് ഫോം ചെയ്തു, ആ ഓക്സൈഡ് ലെയർ അവരുടെ സർഫസിൽ കോട്ട് ചെയ്തു, അതുകൊണ്ടാണ് അവരുടെ ഷൈനി അപ്പിയറൻസ് നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്തപ്പോഴേക്കും സോഡിയം വളരെ പെട്ടെന്ന് തന്നെ അവരുടെ ഓക്സൈഡ് ഫോം ചെയ്യും, അതിനുശേഷം മഗ്നീഷ്യം, അതിനുശേഷം അലൂമിനിയം, ഏറ്റവും ലീസ്റ്റായിട്ട് ആര് ഫോം ചെയ്യുള്ളൂ? കോപ്പർ ഇതുപോലെ ഓക്സൈഡ് ഫോർമേഷൻ നടത്തുള്ളൂ. ക്ലിയർ ആയോ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് ആസിഡാണ്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്ന ഒരു ഇമേജാണ്. അതായത് ആസിഡുമായിട്ട് ഈ മെറ്റൽ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ഇവിടെയും നമ്മൾ ഓർക്കേണ്ട കാര്യം, മെറ്റൽ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ ഫോം ചെയ്യുന്നത് മെറ്റലുകളുടെ സോൾട്ടും അതിൻ്റെ ഒപ്പം ഹൈഡ്രജനുമാണ്. അതായത് മെറ്റൽ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്തൊക്കെ ഫോം ചെയ്യും? മെറ്റലിൻ്റെ സോൾട്ടും ഫോം ചെയ്യും, ഒപ്പം ഹൈഡ്രജനും ഫോം ചെയ്യും. അതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ 5 ടെസ്റ്റ് ട്യൂബുകളുണ്ട്. ഈ 5 ടെസ്റ്റ് ട്യൂബിലും സെയിം കോൺസെൻട്രേഷൻ അല്ല, ഈക്വൽ വോളിയം ഓഫ് HCl നിറച്ചു. അതായത് 1, 2, 3 എല്ലാത്തിലും കോൺസെൻട്രേഷൻ ഓഫ് HCl സെയിം ആണ്, അവരുടെ വോളിയവും സെയിം ആണെന്ന് വിചാരിക്കുക. ഇതിലേക്ക് സെയിം സൈസുള്ള മെറ്റൽ പീസസ് ഇട്ടു. ആദ്യത്തെ ടെസ്റ്റ് ട്യൂബിലിട്ടത് അയണാണ്, രണ്ടാമത്തേൽ മഗ്നീഷ്യം, മൂന്നാമത്തേൽ കോപ്പർ, നാലാമത്തേൽ ലെഡ്, അഞ്ചാമത്തേൽ സിങ്ക്. അങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്, മെറ്റൽ ഒരു ആസിഡായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ എന്തിനാ ഡിസ്പ്ലേസ് ചെയ്യും? ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യും, അതായത് ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ആ ബബിൾ പോലെ കാണിച്ചിരിക്കുന്നത് ഹൈഡ്രജനാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ ബബിൾ ഫോം ചെയ്തേക്കുന്ന ആരാണോ അവരായിരിക്കും വളരെ പെട്ടെന്ന് HCl-ആയിട്ട് റിയാക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഇമേജിൽ ആരാണ് ഏറ്റവും കൂടുതൽ ബബിൾ ഫോം ചെയ്തേക്കുന്നത്? മഗ്നീഷ്യമാണ് അല്ലേ? അപ്പോൾ മഗ്നീഷ്യം കൂടുതൽ ഹൈഡ്രജനെ പ്രൊഡ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞാൽ മഗ്നീഷ്യം വളരെ പെട്ടെന്ന് ആ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തു. അതിൻ്റെ അർത്ഥം മഗ്നീഷ്യം ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി കാണിക്കുന്ന ആളാണ്. ഇനി സെക്കൻഡ് പൊസിഷൻ ആർക്കായിരിക്കും? സിങ്കിനായിരിക്കും അല്ലേ? ബബിൾസ് കമ്പയർ ചെയ്യുമ്പോൾ സെക്കൻഡ് വരുന്നത് സിങ്കാണ്. അതിൻ്റെ അർത്ഥം മഗ്നീഷ്യം കഴിഞ്ഞാൽ പിന്നെ റിയാക്ടിവിറ്റി കാണിക്കുന്ന ആളാരാണ്? സിങ്കാണ്. ഇനി മൂന്നാമത്തെ ആരായിരിക്കും? അയൺ ആയിരിക്കും അല്ലേ? ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബിലുള്ള അയൺ ആയിരിക്കും റിയാക്ടിവിറ്റി കാണിക്കുക. അതിനുശേഷം ലെഡ് ആയിരിക്കും. ഏറ്റവും കുറവാണ് ആര് കാണിക്കാൻ പോകുന്നത്? കോപ്പർ കാണിക്കാൻ പോകുന്ന റിയാക്ടിവിറ്റി. അപ്പോൾ ഈ 5 പേരുടെയും റിയാക്ടിവിറ്റി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് പൊസിഷൻ ആർക്ക് കൊടുക്കണം? മഗ്നീഷ്യത്തിന് കൊടുക്കണം. അതിനുശേഷം സിങ്ക്, അതിനുശേഷം അയൺ, പിന്നെ ലെഡ്, ഏറ്റവും അവസാനമായിരിക്കും കോപ്പർ. അപ്പോൾ ഓർത്തിരിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, ഒരു മെറ്റൽ അതിൻ്റെ മെറ്റലിനെ ഒരു ആസിഡിലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരതിൻ്റെ സോൾട്ട് ഫോം ചെയ്യും, അതിൻ്റെ ഒപ്പം ഹൈഡ്രജൻ ഗ്യാസിനെ ഡിസ്പ്ലേസ് ചെയ്യും. അപ്പോൾ ഈ റിയാക്ഷനാണ് നമ്മളെ റിയാക്ടിവിറ്റി സീരീസ് എഴുതാനായിട്ട് സഹായിക്കുന്ന റിയാക്ഷൻ. അപ്പോൾ റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് ആസിഡ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു മെറ്റൽ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് ഫോം ചെയ്യണം? മെറ്റലിൻ്റെ സോൾട്ടും അതിൻ്റെ ഒപ്പം ഹൈഡ്രജൻ ഗ്യാസും പ്രൊഡ്യൂസ് ചെയ്യണം. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ, സോഡിയമാണ് ഞാൻ HCl-ലേക്ക് ഇടുന്നതെങ്കിൽ എന്ത് ഫോം ചെയ്യും? സോഡിയത്തിൻ്റെ സോൾട്ട്. എന്താ സോഡിയത്തിൻ്റെ സോൾട്ട്? സോഡിയവും HCl-ഉം കൂടി റിയാക്ട് ചെയ്താൽ ഫോം ചെയ്യാൻ ചാൻസ് ഉള്ള സോൾട്ട് ഏതാണ്? NaCl. അതിൻ്റെ ഒപ്പം എന്ത് ഫോം ചെയ്യും? ഹൈഡ്രജൻ ഗ്യാസും പ്രൊഡ്യൂസ് ചെയ്യും. ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ് റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് ഡയല്യൂട്ട് ആസിഡ്സ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് റിയാക്ടിവിറ്റി സീരീസ്. അതായത് ഇത് എത്ര നന്നായിട്ട് മനസ്സിലാക്കുന്നു അത്രയും എളുപ്പമായിരിക്കും ഈ ചാപ്റ്റർ മൊത്തം മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ റിയാക്ടിവിറ്റി സീരീസ് എങ്ങനെയാണ് നമ്മൾ എഴുതുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞ റിയാക്ഷൻ ഏതാണ്? റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് ഡയലൂട്ട് ആസിഡ്. അതായത് കുറച്ച് മെറ്റൽസിനെ ഡയലൂട്ട് ആസിഡിലിട്ട് നോക്കി അവരെത്ര പെട്ടെന്ന് അല്ലെങ്കിൽ എത്ര വേഗത്തിൽ എങ്ങനെയൊക്കെ ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യുന്നു, അതിൻ്റെ ഓർഡറിൽ അവരുടെ റിയാക്ടിവിറ്റീനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന സീരീസാണ് റിയാക്ടിവിറ്റി സീരീസ്.
അപ്പോൾ ഏറ്റവും ടോപ്പിൽ റിയാക്ടിവിറ്റി കൂടിയ ആൾക്കാരായിരിക്കും താഴേക്ക് വരുന്നതോടും അവരുടെ റിയാക്ടിവിറ്റി ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അറേഞ്ച്മെൻറ്റ് ഓഫ് മെറ്റൽസ് ഇൻ ദ ഡിക്രീസിങ് ഓർഡർ ഓഫ് ദ റിയാക്ടിവിറ്റി. അത് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഏറ്റവും ടോപ്പിൽ നല്ല റിയാക്ടിവിറ്റി ഉള്ള ആളായിരിക്കും, താഴത്തേക്ക് വരുന്തോറും റിയാക്ടിവിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഈ റിയാക്ടിവിറ്റി സീരീസ് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഈ റിയാക്ടിവിറ്റി സീരീസ് കാണാതെ പഠിക്കണം. അത് പഠിക്കാനായിട്ട് ഇനി സ്വന്തമായിട്ട് കോഡുള്ളവർക്ക് അത് ഉപയോഗിക്കാം. ഇനി വേറെ മാർഗ്ഗമൊന്നുമില്ല, ഇത് കാണാണ്ട് പഠിക്കുക തന്നെ വേണം. അപ്പോൾ അത് പഠിക്കാനായിട്ട് വേണമെങ്കിൽ ഈ കോഡ് ഉപയോഗിക്കാം. അതായത് PSC മാസിൻഡ് ലെഡ് CST. PSCയിൽ P പൊട്ടാസ്യം, S സോഡിയം, C കാൽഷ്യം, M മഗ്നീഷ്യം, A അലൂമിനിയം, Z സിങ്ക്, I അയൺ, N നിക്കൽ, T ടിൻ, പിന്നെ ലെഡ്, CST എന്ന് പറഞ്ഞാൽ കോപ്പർ, സിൽവർ, ഗോൾഡ്. അപ്പോൾ PSC മാസിൻഡ് ലെഡ് CST എന്നുള്ളതാണ് നമ്മുടെ റിയാക്ടിവിറ്റി സീരീസിൻ്റെ കോഡ്. അത് പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് മുതൽ ബോട്ടം വരെ നമുക്ക് എഴുതാൻ പറ്റും. ഇത് റിയാക്ടിവിറ്റിയുടെ ഡിക്രീസിങ് ഓർഡറിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നോക്കിയാൽ അറിയാം, നമ്മളിവിടെ ഹൈഡ്രജനെ പ്ലേസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഹൈഡ്രജൻ ഇവിടെ പ്ലേസ് ചെയ്തേക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് അല്ലെങ്കിൽ ഈ മെറ്റലുകളുടെ റിയാക്ടിവിറ്റീനെ ജസ്റ്റ് കമ്പയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഹൈഡ്രജനെ ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കൊരു കാര്യം പറയാൻ പറ്റുന്നത്, ഈ ഹൈഡ്രജന് മുകളിലേക്കുള്ള എല്ലാ മെറ്റൽസും ഡയലൂട്ട് HCl ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യും. എന്താണ്? ഹൈഡ്രജന് മുകളിലേക്കുള്ള എല്ലാവരും റിയാക്ടിവിറ്റി ഉള്ള ആൾക്കാരായിരിക്കും, അവർ ഡയലൂട്ട് HCl ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യും. ക്ലിയർ ആയോ? ഇനി ഹൈഡ്രജന് താഴെ ആരൊക്കെ ഉണ്ട്? 3 ആൾക്കാരാണ്. ആരൊക്കെയാണ്? കോപ്പർ, സിൽവർ, ഗോൾഡ്. ഇവർ 3 പേരും ഡയലൂട്ട് HCl ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യില്ല. ക്ലിയർ ആയോ? ഹൈഡ്രജന് മുകളിലേക്കുള്ള എല്ലാവരും ഡയലൂട്ട് HCl എന്ത് ചെയ്യും? ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യും. കോപ്പറും സിൽവറും ഗോൾഡും എന്ത് ചെയ്യില്ല? ഡയലൂട്ട് HCl ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യില്ല. ക്ലിയർ ആയേ? അപ്പോൾ ഏറ്റവും ടോപ്പിൽ ആരാണ് കിടക്കുന്നത്? പൊട്ടാസ്യം ആണ്. ഈ പറഞ്ഞ ഈ കമ്പയർ ചെയ്തിരിക്കുന്ന മെറ്റൽസിൽ ഏറ്റവും റിയാക്ടിവിറ്റി കൂടിയ ആളാണ് പൊട്ടാസ്യം. ഇപ്പോൾ സോഡിയം നമ്മൾ പറഞ്ഞില്ലേ, വാട്ടറിലേക്ക് ഇട്ടാൽ പെട്ടെന്ന് കത്തുന്നു, വിത്തിൻ സെക്കൻഡ് കത്തുന്നു. ആ സെക്കൻഡ്സ് പോലും വേണ്ടി വരില്ല പൊട്ടാസ്യം വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കത്ത് പിടിക്കാനായിട്ട്. അപ്പോൾ ഇതിൽ ഈ റിയാക്ടിവിറ്റി സീരീസ് നോക്കിയാൽ മനസ്സിലാവും, ഏറ്റവും റിയാക്ടിവിറ്റി കൂടിയ ആൾ ആരാണ്? പൊട്ടാസ്യം. ഏറ്റവും റിയാക്ടിവിറ്റി കുറഞ്ഞ ആൾ ആരാണ്? ഗോൾഡ്. അപ്പോൾ ഗോൾഡ് ഏറ്റവും ലീസ്റ്റ് റിയാക്റ്റീവാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഗോൾഡിൻ്റെ ആഭരണങ്ങളൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഗോൾഡിന് റിയാക്ടിവിറ്റി വളരെ കുറവാണ്. ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ് റിയാക്ടിവിറ്റിയുടെ ഓർഡർ. അപ്പോൾ ഈ റിയാക്ടിവിറ്റിയുടെ ഓർഡർ നോക്കി നമുക്ക് മെറ്റൽസിൻ്റെ റിയാക്ടിവിറ്റി അല്ലെങ്കിൽ ഈ റിയാക്ടിവിറ്റി സീരീസ് നോക്കിയിട്ട് മെറ്റൽസിൻ്റെ റിയാക്ടിവിറ്റി കമ്പയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ സിങ്കും അയണും തന്നാൽ അതിൽ ആരാണ് മോർ റിയാക്റ്റീവ് എന്ന് ചോദിച്ചാൽ ആരാണോ മേളിൽ കിടക്കുന്നത് അയാളായിരിക്കും മോർ റിയാക്റ്റീവ്. സിങ്കിലും അയണിലും ആരാണ് മേളിലിരിക്കുന്നത്? സിങ്കാണ്. അപ്പോൾ ആരായിരിക്കും മോർ റിയാക്റ്റീവ്? സിങ്ക് ആയിരിക്കും. ഇനി സിങ്കും ടിന്നും തന്നിട്ട് ആരാണ് മോർ റിയാക്റ്റീവ് എന്ന് ചോദിച്ചാൽ ആരാണ്? സിങ്കാണ്. കാരണം ടിന്നിൻ്റെ മേളിൽ ആരാണോ കിടക്കുന്നത് അല്ലെങ്കിൽ ടിന്നിൻ്റെ മേളിലാണോ സിങ്കിൻ്റെ സ്ഥാനം എന്ന് നോക്കിയാൽ മതി ആരാണ് റിയാക്റ്റീവ് എന്ന് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ എപ്പോഴും ഒരു മെറ്റലിൻ്റെ മുകളിൽ കിടക്കുന്ന എല്ലാവരും ആ മെറ്റലിനേക്കാൾ റിയാക്റ്റീവ് ആയിരിക്കും. ക്ലിയർ ആയോ? ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇത് ഓർത്ത് വെക്കുക, സിങ്കും അയണും കൂടി കമ്പയർ ചെയ്താൽ ആരാണ് മോർ റിയാക്റ്റീവ് എന്ന് ചോദിച്ചാൽ സിങ്കാണ്. സിങ്കും കോപ്പറും കൂടി റിയാക്ട് ചെയ്താൽ ആരായിരിക്കും മോർ റിയാക്റ്റീവ്? കോപ്പറിൻ്റെ മേളിലാണ് സിങ്കിൻ്റെ സ്ഥാനം അല്ലേ. അപ്പോൾ സിങ്ക് തന്നെ ആയിരിക്കും അതിൻ്റെ ഉള്ളിൽ മോർ റിയാക്റ്റീവ്. ക്ലിയർ ആയോ? സംശയമില്ലല്ലോ. അപ്പോൾ ഇതാണ് റിയാക്ടിവിറ്റി സീരീസ്. കാണാതെ പഠിച്ചു വെക്കുക, എന്നാലേ നമുക്ക് ഇനി വരുന്ന ഭാഗങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നന്നായിട്ട് മനസ്സിലാവണമെങ്കിൽ നമ്മൾ റിയാക്ടിവിറ്റി സീരീസ് നല്ലവണ്ണം പഠിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രമേ ഈ സെഷൻ പഠിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനേഷനാണ് ഞാൻ ആദ്യം എഴുതിയിരിക്കുന്നത്. മെറ്റൽസ് ഹാവിങ് ഹൈ റിയാക്ടിവിറ്റി. ഓർക്കുക, മെറ്റൽസ് ഹാവിങ് ഹൈ റിയാക്ടിവിറ്റി ഡിസ്പ്ലേസ് മെറ്റൽസ് ഹാവിങ് ലെസ് റിയാക്ടിവിറ്റി ഫ്രം ദ സോൾട്ട് സൊല്യൂഷൻ. ഹൈ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ ലോ റിയാക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലിനെ അവരുടെ സോൾട്ട് സൊല്യൂഷനിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്ത് കളയുന്ന റിയാക്ഷൻസിനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറയുക. അപ്പോൾ ഈ ഡെഫിനേഷൻ വായിക്കുമ്പോൾ ചിലപ്പോൾ ക്ലിയർ ആയില്ല എന്നിരിക്കും. നമുക്ക് എക്സാമ്പിൾ വെച്ച് നോക്കാം. അതായത് ഒരു ബീക്കറിൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുക്കുക, അതിലേക്ക് ഞാൻ സിങ്ക് റോഡ് ഡിപ്പ് ചെയ്തു എന്ന് വിചാരിക്കുക.
കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എന്ത് കളറാണ്? ബ്ലൂ കളറാണ്. എന്താണ് ഈ ബ്ലൂ കളർ ഓഫ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷന് കാരണം? അതിലുള്ള Cu2+ അയണുകളാണ്. ക്ലിയർ ആയോ? ഒരു കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുത്തു, അതിലേക്ക് ഞാൻ സിങ്ക് റോഡ് ഡിപ്പ് ചെയ്തു. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയുകയാണ്, കോപ്പർ സൾഫേറ്റിന് ബ്ലൂ കളറാണ്. ആ ബ്ലൂ കളറിന് കാരണം ആരാണ്? കോപ്പർ സൾഫേറ്റിലുള്ള Cu+2 അയോൺസ്, Cu2+ അയോണുകളാണ് കോപ്പർ സൾഫേറ്റിൻ്റെ ബ്ലൂ കളറിന് കാരണം. അപ്പം അത്രയും ക്ലിയർ ആയേ? ഇനി കോപ്പർ സൾഫേറ്റിലേക്ക് സിങ്ക് റോഡ് ഡിപ്പ് ചെയ്തു. ഇനി ആ ഡെഫിനേഷൻ വെച്ചൊന്ന് നോക്കി. സിങ്കും കോപ്പറും ഇവരാണ് നമ്മുടെ മെറ്റൽസ്, ശരിയല്ലേ? ഇനി നമ്മുടെ സോൾട്ട് സൊല്യൂഷനിലുള്ള മെറ്റൽ കോപ്പറാണ്. നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന റോഡിലുള്ള മെറ്റൽ സിങ്കാണ്. അപ്പോൾ റോഡിലെ മെറ്റലായിരിക്കണം റിയാക്ടിവിറ്റി കൂടിയത്, സൊല്യൂഷനിലെ മെറ്റൽ അതിനേക്കാൾ ലെസ് റിയാക്റ്റീവ് ആയിരിക്കണം. അങ്ങനെയാണോ എന്നൊന്ന് ശ്രദ്ധിച്ചേ. കോപ്പറും സിങ്കും വെച്ച് നോക്കുമ്പോൾ അതിൽ മോർ റിയാക്റ്റീവ് ആരാണ്? സിങ്കാണ്. കോപ്പർ ലെസ് റിയാക്റ്റീവാണ് അല്ലേ? നമ്മൾ പഠിച്ചപ്പോൾ റിയാക്ടിവിറ്റി സീരീസിൽ ഏറ്റവും താഴെ വരുന്ന ആളാണ് കോപ്പർ. അങ്ങനെയാകുമ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നടക്കുമോ? നടക്കും അല്ലേ? അപ്പോൾ സോൾട്ട് സൊല്യൂഷനിലുള്ള മെറ്റലിന് ലെസ് റിയാക്റ്റീവുമായിരിക്കണം. നമ്മൾ ഡിപ്പ് ചെയ്യുന്ന റോഡിലുള്ള മെറ്റൽ ഹൈ റിയാക്ടിവിറ്റി ഉള്ള മെറ്റലും ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്ത് റിയാക്ഷൻ നടക്കുകയുള്ളൂ? ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നടക്കുകയുള്ളൂ. അങ്ങനെ ആവുമ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നടക്കും. ഈ സിങ്ക് എന്ത് ചെയ്യും? ഈ കോപ്പർ സൾഫേറ്റിലുള്ള Cu2+ അയോണുകളെ അവിടെ നിന്ന് ഡിസ്പ്ലേസ് ചെയ്ത് കളയും. അതായത് സിങ്ക് CuSO4 അല്ലെങ്കിൽ കോപ്പർ സൾഫേറ്റിലുള്ള Cu2+ അയോണുകളെ ഡിസ്പ്ലേസ് ചെയ്ത് കളയും. ഡിസ്പ്ലേസ് ചെയ്ത് എങ്ങോട്ട് കളയും? ഈ Cu2+ അയോണിനെ ഡിസ്പ്ലേസ് ചെയ്ത് അയാൾ എവിടെ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും? കോപ്പർ ആറ്റങ്ങളായി ഈ റോഡിൽ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യിപ്പിക്കും. ക്ലിയർ ആയോ? സൊല്യൂഷനിലുണ്ടായിരുന്ന കോപ്പർ 2+ അയോണിനെ സിങ്ക് ഹൈ റിയാക്റ്റീവ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ഹൈ റിയാക്ടിവിറ്റി ഉള്ള മെറ്റൽ ആയതുകൊണ്ട് സിങ്ക് എന്ത് ചെയ്യും? ഈ CuSO4 കോപ്പർ 2+ അയോണുകളെ ഡിസ്പ്ലേസ് ചെയ്ത് എവിടെ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യിപ്പിക്കും? ഈ റോഡിൽ കൊണ്ടുവന്ന് കോപ്പർ ആറ്റങ്ങളാക്കി ഡെപ്പോസിറ്റ് ചെയ്യിപ്പിക്കും. അപ്പോൾ എന്ത് സംഭവിച്ചു? ഈ സൊല്യൂഷനിൽ ഇനി കോപ്പർ Cu2+ അയോണുകൾ ഇല്ല. അപ്പോൾ എന്ത് സംഭവിക്കും? അവരുടെ ബ്ലൂ കളറ് ഡിസപ്പിയർ ചെയ്യും, അല്ലെങ്കിൽ ബ്ലൂ കളറിൻ്റെ ഇൻറ്റൻസിറ്റി കുറയും. ക്ലിയർ ആയോ? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ ചേഞ്ച് ഇൻ ഇൻറ്റൻസിറ്റി ഓഫ് കളർ ഓഫ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ? എന്തുകൊണ്ടാണ് ഇങ്ങനെ സിങ്ക് റോഡ് കോപ്പർ സൾഫേറ്റിൽ ഡിപ്പ് ചെയ്ത് വെച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ കോപ്പർ സൾഫേറ്റിൻ്റെ ബ്ലൂ കളറിൻ്റെ ഇൻറ്റൻസിറ്റി കുറയുന്നത് അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി നഷ്ടമാകുന്നത്? എന്തുകൊണ്ടാണ്? ആ ബ്ലൂ കളർ കൊടുക്കുന്നത് Cu2+ അയോണാണ്. സിങ്ക് റോഡ് ഡിപ്പ് ചെയ്ത് കഴിയുമ്പോൾ സിങ്കിൻ്റെ റിയാക്ടിവിറ്റി കൊണ്ട് ആ Cu2+ അയോൺ ആ സൊല്യൂഷനിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്ത് ആ റോഡിൽ വന്ന് Cu ആറ്റങ്ങളായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ പിന്നെ സൊല്യൂഷനിൽ ആരില്ല? Cu2+ അയോൺ ഇല്ല. അപ്പോൾ എന്തുണ്ടാവില്ല? അയാൾക്ക് ബ്ലൂ കളറും ഉണ്ടാവില്ല, അല്ലെങ്കിൽ അയാളുടെ ബ്ലൂ കളറിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു പോകും. അപ്പോൾ ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. അപ്പോൾ ഇതിൻ്റെ ഓവറോൾ റിയാക്ഷൻ എഴുതിയാൽ എങ്ങനെ ഇരിക്കും? നമ്മൾ ഡിപ്പ് ചെയ്യുന്നത് ആരെയാണ്? സിങ്ക് റോഡിനെയാണ്. ഏതിലാണ് ഡിപ്പ് ചെയ്ത് വെക്കുന്നത്? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലാണ് നമ്മൾ ഡിപ്പ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? കോപ്പർ 2+ അയോണുകൾ ഡിസ്പ്ലേസ് ചെയ്ത് കോപ്പർ ആറ്റങ്ങളായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. ഇനി ബാക്കി ആരാണുള്ളത്? സിങ്കും ഉണ്ട്, സൾഫേറ്റും ഉണ്ട്. അപ്പോൾ എന്ത് ഫോം ചെയ്യും? സിങ്ക് സൾഫേറ്റ് ഫോം ചെയ്യും. അപ്പോൾ സിങ്കും കോപ്പർ സൾഫേറ്റും കൂടി റിയാക്ട് ചെയ്താൽ എന്തൊക്കെ ഫോം ചെയ്യും? സിങ്ക് സൾഫേറ്റും കോപ്പറും ഫോം ചെയ്യും. ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. ക്ലിയർ ആയോ? ഇനി അടുത്ത പോയിന്റ്, ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ഒരു റിഡോക്സ് റിയാക്ഷനാണ്. റിഡോക്സ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? റിഡക്ഷനും ഓക്സിഡേഷനും ഒരുമിച്ച് നടക്കുന്ന റിയാക്ഷനുകളെയാണ് എന്ത് വിളിക്കുക? റിഡോക്സ് റിയാക്ഷൻ എന്ന് വിളിക്കുക. അപ്പോൾ ഞാൻ പറയുകയാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്താണ്? ഒരു റിഡോക്സ് റിയാക്ഷനാണ്. അതിൻ്റെ അർത്ഥം ഈ റിയാക്ഷൻ നടന്നപ്പോൾ അവിടെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്? ആർക്കൊക്കെയോ ഓക്സിഡേഷന് സംഭവിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ആർക്കൊക്കെയോ റിഡക്ഷനും സംഭവിച്ചിട്ടുണ്ട്. ഇനി ആർക്കാണ് ഓക്സിഡേഷൻ, ആർക്കാണ് റിഡക്ഷൻ എന്നുള്ളത് നോക്കിക്കേ. ആരാണോ ഹൈ റിയാക്ടിവിറ്റി ഉള്ള മെറ്റൽ അയാൾക്ക് ഓക്സിഡേഷൻ സംഭവിക്കും. ആരാണോ ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ അവർക്ക് റിഡക്ഷൻ സംഭവിക്കും. ഈ കേസിൽ നമ്മുടെ മെറ്റൽ ആരൊക്കെയാണ്? സിങ്കും കോപ്പറും.
ആർക്കാണില്ല റിയാക്ടിവിറ്റി കൂടുതൽ? സിങ്കിന്. അപ്പോൾ സിങ്ക് എന്ത് അണ്ടർഗോ ചെയ്യും? ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്യും. ആരാണ് റിയാക്ടിവിറ്റി കുറവ്? കോപ്പർ. അപ്പോൾ കോപ്പർ എന്ത് അണ്ടർഗോ ചെയ്തിട്ടുണ്ടാവും? റിഡക്ഷൻ അണ്ടർഗോ ചെയ്തിട്ടുണ്ടാവും. ഇനി ഇവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വെച്ച് എനിക്ക് എങ്ങനെ ഓക്സിഡേഷനും റിഡക്ഷനും ഈ ഒരു ഇക്വേഷനിൽ കാണിക്കാം എന്നുള്ളതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സിങ്കിൻ്റെ അല്ലെങ്കിൽ സിങ്ക് പ്യുവർ മെറ്റലായിട്ട് അല്ലെങ്കിൽ പ്യുവർ റോഡായിട്ടിരിക്കുമ്പോൾ സിങ്കിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. സിങ്ക് പ്യുവറായിട്ടിരിക്കുമ്പോൾ സിങ്കിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആയിരിക്കും. ഇനി കോപ്പർ സൾഫേറ്റിന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു കോപ്പറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താ? +2 ആണ്. അങ്ങനെയാണെങ്കിൽ സൾഫേറ്റിൻ്റെ എന്തായിരിക്കും? -2 ആയിരിക്കും. ശരിയല്ലേ? ഇനി സിങ്ക് സൾഫേറ്റ് നോക്കുമ്പോൾ അതിൽ സൾഫേറ്റിൻ്റെ -2 ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ സിങ്കിൻ്റെ എന്തായിരിക്കണം? +2 ആയിരിക്കണം. ചാർജുകൾ രണ്ട് ആഡ് ചെയ്യുമ്പോൾ ആൻസർ 0 വരണം. കാരണം ഒരു മോളിക്യൂൾ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കണം. ഇനി കോപ്പർ നേരത്തെ പോലെ തന്നെ പ്യുവർ മെറ്റലാണ്. അപ്പോൾ എന്തായിരിക്കും അയാളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്? 0 ആയിരിക്കും. നോക്കിയേ, അപ്പോൾ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ഒന്നാമത്തെ മെറ്റൽ സിങ്കും രണ്ടാമത്തെ മെറ്റൽ കോപ്പറുമാണ്. ഇനി റിയാക്ടൻ്റ് സൈഡിൽ നിന്ന് പ്രൊഡക്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ സിങ്കിന് എന്ത് വ്യത്യാസം സംഭവിച്ചു നോക്കി. സിങ്ക് 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരുന്നത് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് പോയി. അതായത് അയാളുടെ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്തു. ശരിയല്ലേ? അയാളുടെ ഓക്സിഡേഷൻ നമ്പർ 0യിൽ നിന്ന് +2ലേക്ക് പോയി. അതിൻ്റെ അർത്ഥം എന്താണ്? സിങ്കിന് ഓക്സിഡേഷൻ സംഭവിച്ചു. ഒരു റിയാക്ഷനിൽ ഓക്സിഡേഷൻ നമ്പർ കൂടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർക്ക് ഓക്സിഡേഷൻ സംഭവിച്ചു. ഇനി നോക്കി, CU ഇവിടെ +2 ആയിരുന്നു. പ്രൊഡക്റ്റ് സൈഡിലേക്ക് പോയപ്പോൾ CUവിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ത് ചെയ്തു? ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസസ്, കുറഞ്ഞു. ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അയാൾക്ക് എന്ത് സംഭവിച്ചു എന്നാണ്? റിഡക്ഷൻ സംഭവിച്ചു എന്നാണ്. ക്ലിയർ ആയോ? സിങ്ക് 0യിൽ നിന്ന് +2ലേക്ക് പോയി എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഓക്സിഡേഷൻ സംഭവിച്ചു. എങ്ങനെ മനസ്സിലായി? ഓക്സിഡേഷൻ നമ്പർ കൂടി. ഇനി കോപ്പർ +2ൽ നിന്ന് 0യിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അയാളുടെ ഓക്സിഡേഷൻ നമ്പറിൽ ഡിക്രീസ് വന്നു. അപ്പോൾ അവിടെ നടന്ന ഫിനോമിനൻ എന്തായിരിക്കണം? റിഡക്ഷൻ ആയിരിക്കണം. ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ പറഞ്ഞത് പ്രൂവ് ആയില്ലേ? സിങ്കിന് ഓക്സിഡേഷൻ സംഭവിച്ചു, കോപ്പറിന് റിഡക്ഷൻ സംഭവിച്ചു. ഈ പോയിന്റ് ഓർത്ത് വെക്കുക. ഹൈ റിയാക്ടിവിറ്റി ഉള്ള ആൾക്കാർക്കായിരിക്കും ഓക്സിഡേഷൻ സംഭവിക്കുക, ലെസ് റിയാക്ടിവിറ്റി ഉള്ള ആൾക്കാർക്ക് റിഡക്ഷനും സംഭവിക്കും. ക്ലിയർ ആയോ? ഇനി ഇവരുടെ ഇൻഡിവിജ്വൽ റിയാക്ഷൻ നമുക്ക് പഠിക്കണം. ഇനി ഓക്സിഡേഷൻ സംഭവിച്ച ആളുടെയും റിഡക്ഷൻ സംഭവിച്ച ആളുടെയും സെപ്പറേറ്റ് ഇക്വേഷൻസ് നമ്മൾ എഴുതാൻ പോവാണ്. അപ്പോൾ ഓക്സിഡേഷൻ സംഭവിച്ചത് ആർക്കാണ്? സിങ്കിനാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എനിക്ക് എങ്ങനെ എഴുതാം? സിങ്ക് ആദ്യം എന്തായിരുന്നു നമ്മുടെ ഇക്വേഷനിൽ? സിങ്ക് 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിലായിരുന്നു. അതിപ്പോൾ എന്ത് ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് പോയി? സിങ്ക് 2+ ആയിട്ട് മാറി അല്ലേ? സിങ്ക് 2+ ആയിട്ട് മാറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 0 ആയിരുന്ന ആൾ 2+ ആവണമെങ്കിൽ എന്തിനെ കളഞ്ഞിട്ടുണ്ടാവണം? ഇലക്ട്രോണിനെ പുറത്തേക്ക് കളഞ്ഞിട്ടുണ്ടാവണം അല്ലേ? അപ്പോൾ സിങ്ക് 2+ ആയത് എങ്ങനെയാണ്? 2 ഇലക്ട്രോണിനെ ലൂസ് ചെയ്തിട്ടാണ്. ശരിയല്ലേ? അപ്പോൾ ലൂസ് ചെയ്ത ഇലക്ട്രോണുകൾ എപ്പോഴും ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിൽ എഴുതാൻ പാടുള്ളൂ. ക്ലിയർ ആയോ? അപ്പോൾ സിങ്ക് 0യിൽ നിന്ന് +2ലേക്ക് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 2+ ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ 2 ഇലക്ട്രോണിനെ ലൂസ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യണം? ലൂസ് ചെയ്ത ഇലക്ട്രോണിനെ എവിടെ എഴുതാൻ പാടുള്ളൂ? റൈറ്റ് സൈഡിൽ എഴുതാൻ പാടുള്ളൂ. ഇനി റിഡക്ഷൻ വരുമ്പോൾ എങ്ങനെയായിരിക്കും? റിഡക്ഷൻ ആർക്കാണ് സംഭവിച്ചത്? കോപ്പറിനാണ് സംഭവിച്ചത് അല്ലേ? ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള കോപ്പറിനാണ് സംഭവിച്ചത്. കോപ്പറിന് എന്ത് വ്യത്യാസം വന്നത്? കോപ്പർ ആദ്യം +2-ലായിരുന്നു അല്ലെങ്കിൽ 2+ സ്റ്റേറ്റിലായിരുന്നു. അതിനുശേഷം കോപ്പർ എന്ത് ചെയ്തു? Cu0 അല്ലെങ്കിൽ കോപ്പർ എന്നുള്ള ആറ്റമായിട്ട് മാറി. അപ്പോൾ ഇവിടെ +2-ൽ നിന്ന് 0യിലേക്ക് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? 2 ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഗെയിൻ ചെയ്ത ഇലക്ട്രോണുകൾ ലെഫ്റ്റ് സൈഡിൽ എഴുതണം. ക്ലിയർ ആയോ? ഗെയിൻ ചെയ്ത ഇലക്ട്രോണുകൾ എവിടെ എഴുതണം? ലെഫ്റ്റ് സൈഡിൽ എഴുതണം. അപ്പോൾ കോപ്പർ 2 ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തിട്ടാണ് 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് പോയത്. ക്ലിയർ ആയോ? അപ്പോൾ ഇൻഡിവിജ്വൽ ഓക്സിഡേഷൻ റിയാക്ഷനുമായി ഇൻഡിവിജ്വൽ റിഡക്ഷൻ റിയാക്ഷനുമായി. ക്ലിയർ ആയോ? അപ്പോൾ ഓക്സിഡേഷൻ റിയാക്ഷനും റിഡക്ഷൻ റിയാക്ഷനും ആർക്കാണ് ഓക്സിഡേഷൻ സംഭവിക്കുന്നത്? ആരാണോ ഹൈലി റിയാക്റ്റീവ് അയാൾക്കായിരിക്കും ഓക്സിഡേഷൻ സംഭവിക്കുക. ലീസ്റ്റ് റിയാക്റ്റീവ് അല്ലെങ്കിൽ ലെസ് റിയാക്റ്റീവ് ആരാണോ അവർക്കായിരിക്കും റിഡക്ഷൻ സംഭവിക്കുക. ഇനി ഈ ഒരു കണ്ടീഷൻ നോക്കി, ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ശരിക്കും മനസ്സിലായവരാണെങ്കിൽ ഈ ഒരു കണ്ടീഷൻ നോക്കിയിട്ട് ഇതിൽ ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുമോ ഇല്ലെന്ന് നോക്കി.
ഇതിൽ നേരത്തെ എടുത്ത കണ്ടീഷൻ്റെ നേരെ റിവേഴ്സ് കണ്ടീഷനാണ് അല്ലേ. അവിടെ നമ്മൾ സിങ്ക് റോഡ് ഡിപ്പ് ചെയ്തതിന് പകരം ഞാനിപ്പോൾ കോപ്പർ റോഡ് ഡിപ്പ് ചെയ്തിരിക്കുന്നു. ഏത് സൊല്യൂഷനിൽ? സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിൽ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നടക്കണമെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? നമ്മൾ ഡിപ്പ് ചെയ്യുന്ന റോഡ് ആ സൊല്യൂഷനിലുള്ള മെറ്റലിനേക്കാൾ ഹൈലി റിയാക്റ്റീവ് ആയിരിക്കണം. അപ്പോൾ ഇവിടുത്തെ മെറ്റൽ നേരത്തെ പോലെ തന്നെ സിങ്കും കോപ്പറും ആണ്. ഇനി നോക്കിയേ, കോപ്പർ സിങ്കിനേക്കാൾ മോർ റിയാക്റ്റീവ് ആണോ? അല്ല അല്ലേ. കോപ്പറും സിങ്കും കൂടി കമ്പയർ ചെയ്താൽ ആരാണ് മോർ റിയാക്റ്റീവ്? സിങ്കാണ്. അപ്പോൾ ഈ കേസിൽ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നടക്കുമോ? ഇല്ല. അപ്പോൾ ഈ കേസിൽ എന്ത് പോസിബിൾ അല്ല? ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ പോസിബിൾ അല്ല. കാരണം എന്താണ്? നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ച റോഡിലുള്ള മെറ്റൽ ഈ സൊല്യൂഷനിലുള്ള അല്ലെങ്കിൽ സോൾട്ട് സൊല്യൂഷനിലുള്ള മെറ്റലിനേക്കാൾ ലെസ് റിയാക്റ്റീവാണ്. കോപ്പർ സിങ്കിനേക്കാൾ ലെസ് റിയാക്റ്റീവാണ്. അതുകൊണ്ട് ഇവിടെ എന്ത് റിയാക്ഷൻ നടക്കില്ല? ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നടക്കില്ല. അപ്പോൾ ശരിക്കും ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ പഠിച്ചിട്ട് ഇതൊന്ന് വെച്ച് ആലോചിച്ച് നോക്കുക, എന്തുകൊണ്ട് ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നടന്നില്ല എന്നുള്ളത്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യനാണ്. ഇവിടെ 5 ഡിഫറെൻറ്റ് കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നടക്കും, ഏതൊക്കെ നടക്കില്ല എന്നുള്ളതാണ് പറയാൻ പറഞ്ഞേക്കുന്നത്. ഇതിൽ ഫസ്റ്റ് വൺ നോക്കുക. ഫസ്റ്റ് വണ്ണ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ മഗ്നീഷ്യം ഡിപ്പ് ചെയ്തേക്കാണ്. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് മഗ്നീഷ്യം കോപ്പറിനേക്കാൾ മോർ റിയാക്റ്റീവ് ആണോ എന്നാണ്. അപ്പോൾ നേരെ റിയാക്ടിവിറ്റി സീരീസിലേക്ക് പോവുക. അവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം കോപ്പറിൻ്റെ മുകളിലാണ് മഗ്നീഷ്യത്തിൻ്റെ സ്ഥാനം. അപ്പോൾ മഗ്നീഷ്യം കോപ്പറിനേക്കാൾ മോർ റിയാക്റ്റീവ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എന്ത് നടക്കും? ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നടക്കും. ശരിയല്ലേ? ഇനി രണ്ടാമത്തെ കേസ് നോക്കി. സിൽവറും കോപ്പറും അല്ലേ. സിൽവറാണ് ഡിപ്പ് ചെയ്തിരിക്കുന്നത്. ഏത് സൊല്യൂഷനിൽ? കോപ്പർ സൾഫേറ്റിൽ. അപ്പോൾ നമ്മുടെ മെറ്റൽസ് സിൽവറും കോപ്പറുമാണ്. ഇനി നമുക്ക് അറിയേണ്ട കാര്യം എന്താണ്? കോപ്പറിനേക്കാൾ റിയാക്റ്റീവ് ആണോ സിൽവർ എന്ന്. വീണ്ടും നോക്കുക, റിയാക്ടിവിറ്റി സീരീസിലേക്ക് പോവുക. അവിടെ സിൽവറിൻ്റെ സ്ഥാനം എവിടെയാണ്? കോപ്പറിൻ്റെ താഴെയാണ്. കോപ്പറിൻ്റെ താഴെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കോപ്പറിനേക്കാൾ റിയാക്ടിവിറ്റി കുറഞ്ഞ ആളാണ് സിൽവർ. അങ്ങനെയാകുമ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നടക്കുമോ? ഇല്ല. കോപ്പറിനേക്കാൾ റിയാക്ടിവിറ്റി കൂടിയ റോഡാണ് ഇവിടെ ഡിപ്പ് ചെയ്തെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നടന്നേനെ. സിൽവർ കോപ്പറിനേക്കാൾ ലെസ് റിയാക്റ്റീവാണ്. അതുകൊണ്ട് ഇവിടെ എന്ത് നടക്കില്ല? ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നടക്കില്ല. ഇതുപോലെ സിങ്ക് സൾഫേറ്റിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും കണ്ടീഷൻ നോക്കുക. AgNO3 മഗ്നീഷ്യം കണ്ടീഷൻ നോക്കുക. മഗ്നീഷ്യം സൾഫേറ്റ് കോപ്പർ റോഡ് ഡിപ്പ് ചെയ്തേക്കുന്നത് നോക്കുക. ഇതിൻ്റെ എല്ലാം ഒബ്സർവേഷൻ തന്നെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പറ്റിയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായി. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ശരിക്കും ആലോചിച്ച് മനസ്സിലാക്കി അതിൻ്റെ ആൻസർ കണ്ടെത്തി വെക്കുക. ഇനി ഗാൽവാനിക് സെല്ല് തുടങ്ങിയുള്ള ഭാഗം നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലായിരിക്കും ഡിസ്കസ് ചെയ്യുക. നമ്മൾ തുടക്കത്തിൽ പഠിച്ച റിയാക്ഷൻസ് ആണ്. ഇത് ഞാൻ വീണ്ടും കാണിച്ചത് ഈ ഇക്വേഷൻ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് നമ്മൾ പഠിച്ചപ്പോഴേക്കും ഇക്വേഷൻ ബാലൻസ് ചെയ്തല്ല പോയത്. എക്സാമിന് എഴുതുമ്പോൾ അതിന് ചോദിക്കുവാണെങ്കിൽ ബാലൻസ് ചെയ്ത് എഴുതുക. വേറെ ഒന്നുമില്ല. ഇവിടെ എല്ലായിടത്തും ഒരു 2 ഇട്ട് കൊടുക്കുക. 2H2O 2NaOH. അതിലെ എലമെൻറ്റുകളൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. എല്ലാവരെയും കൂടി നോക്കുമ്പോൾ മൊത്തത്തിൽ ബാലൻസ്ഡ് ആവാൻ വേണ്ടിയാണ് കേട്ടോ. ഇവിടെ ആകുമ്പോൾ Mgക്കൊപ്പം 2H2O ഇട്ട് കൊടുക്കുക. വേറെ ഒന്നുമില്ല. അപ്പോൾ ഇത്രയാണ് ബാലൻസ് ചെയ്യാനുള്ളത്. അപ്പോൾ അങ്ങനെ ബാലൻസ് ചെയ്ത് തന്നെ പഠിക്കുക.